കോഴിക്കോട് തിക്കോടിയിൽ തിരയിൽപ്പെട്ട 4 പേർ മരിച്ചു. കൊയിലാണ്ടി ഡ്രൈവിൻ ബീച്ചിലെത്തിയ വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാരാണ് തിരയിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. AK അഭിലാഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. AK അഭിലാഷ്, 5 പേരാണ് ഇറങ്ങിയത്. അതിൽ 4 പേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് അഭിലാഷ്? സുജിയ, ഇന്ന് 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 5 പേർ ഈ തിരയിൽപ്പെട്ടു. അതിൽ 4 പേർ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അതിൽ 3 പേർ നേരത്തെ തന്നെ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. പക്ഷേ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന വഴിയിലാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 30നും 40നും വയസ്സിൽ ഇടയിലുള്ള 2 സ്ത്രീകളും 2 പുരുഷന്മാരും, അനീസ, ബിനീഷ്, വാണി, ഫൈസൽ എന്നീ 4 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ കൽപ്പറ്റയിൽ നിന്ന് വന്നിരിക്കുന്നത്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ വന്നിരിക്കുന്നത്. കൽപ്പറ്റയിലെ ജിം ട്രെയിനേഴ്സാണ് ഈ 4 പേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 20ഓളം അംഗങ്ങളുള്ള ഒരു സംഘമായിട്ടാണ് ഇവർ എത്തിയിരുന്നത്. ഇതിൽ 5 പേർ മാത്രമായിരുന്നു ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. അവർക്കാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുളിക്കുന്നതിനിടെ വലിയ ശക്തമായ തിരയിൽപ്പെട്ടുകൊണ്ടാണ് അവർ കടലിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. ഇതോടുകൂടിയാണ് അവർ മുങ്ങിപ്പോവുകയും അതോടൊപ്പം തന്നെ 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ഒരാളെ കൊണ്ടുപോകുന്ന വഴിക്കും മരിക്കുകയും ചെയ്തു. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ പോലും ഇവരെ 4 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. ഏതായാലും മറ്റുള്ള ആളുകളെ കോഴിക്കോട് ആശുപത്രിയിലേക്കൊക്കെ മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. 4 പേരുടെ മൃതദേഹം കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായിരിക്കുന്നത്. 20 പേർ വന്നുള്ള ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സുജയ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.